ഉള്ളത്. ഇപ്പോൾ 2026 3 വർഷം തികഞ്ഞു. ഫെബ്രുവരി 7-ന് 2 ദിവസം മുമ്പായിരുന്നു ലിസ്റ്റ് കട്ടാവേണ്ട ഡേറ്റ്. അപ്പോൾ ഒരുപാട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ ഈ 3 വർഷത്തിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. കാരണം എനിക്ക് ഉള്ളൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ 2012 ഇത് ഞാൻ PG കഴിഞ്ഞിറങ്ങിയ സമയത്ത് എനിക്ക് 3-ാം സെമസ്റ്ററിൽ തന്നെ ഞാൻ നെറ്റ് പാസ്സായിട്ടുണ്ട്, ക്വാളിഫൈഡ് ആണ്. 2012 നോട്ടിഫിക്കേഷൻ വന്നു. അന്നത്തെ കോളേജിറ്റ് നിയമനത്തിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഞാൻ അപേക്ഷിക്കാൻ പോകുമ്പോൾ ഇനെലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ 23 വയസ്സ് തികയണം എന്നുള്ളതായിരുന്നു അതിൽ എഴുതി കാണിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടു. നെറ്റ് കിട്ടിയിട്ട് നമുക്ക് അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കൂടെയുള്ളവരൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ 1-ാം റാങ്കിലാണ് ഞാൻ ഡിഗ്രിയും PGയും എല്ലാം പാസ്സായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് ആ ഫ്രഷ്നെസ്സിൽ ഇത് എഴുതാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായ കാര്യമാണ്. അതിനുശേഷം 2019 ഞാനിപ്പോൾ ഉൾപ്പെട്ടുള്ള റാങ്ക് പട്ടികയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അത് വന്നു. 2021 എക്സാം നടന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ അപേക്ഷിച്ചത് മുതൽ എനിക്കറിയാം നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഞാൻ അതൊക്കെ വിട്ടു, നമ്മളെ ടച്ച് വിട്ടു. 2016 ഞാൻ ഒരു പാർട്ട് ടൈം PSCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ശേഷം നമ്മളതുമായി ആ ടച്ച് വിട്ടതുകൊണ്ട് തന്നെ 2019 വീണ്ടും ഞാൻ കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട്. അത്രയും ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ മോനിപ്പോൾ 5 വയസ്സായി. അവന് പ്രഗ്നൻ്റായ സമയത്താണ് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അത്ര റിസ്ക്കി ആയിട്ടാണ് ഞാൻ പഠിച്ചത്. 2021 എക്സാം എഴുതിയത്. അപ്പോൾ എക്സാമൊക്കെ എഴുതിയ സമയം എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റായ 6 മാസമാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ സിറ്റുവേഷനിൽ നമ്മൾ അത്രയും പഠിച്ചു. എനിക്കറിയാം 1-ാം റാങ്ക് കിട്ടിയാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ലാംഗ്വേജ് ആണ്, സിംഗിൾ ഫാക്കൽറ്റി വിഷയമാണ്. അപ്പോൾ എല്ലായിടത്തൊന്നുമില്ല. അപ്പോൾ പോസ്റ്റ് കുറവായിരിക്കും, 1 കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെടും, അതിനുള്ള പോസ്റ്റ് ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ എഴുതുക. 2019 നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ സമയത്ത് ഈ UGCയുടെ ഈ നിയമനം ഇല്ല. ഈ 16 അവർ എന്നുള്ള വിഷയമില്ല. ഇപ്പോഴാണ് അതിന് ശേഷമാണ് ഈ 16 അവർ വേണം ഒരു വിഷയത്തിന് പോസ്റ്റ് അനുവദിക്കണമെങ്കിൽ എന്നുള്ളത്. അത് നമുക്കൊരു തിരിച്ചടിയാണ്. ഈ സിംഗിൾ ഫാക്കൽറ്റി വിഷയങ്ങൾക്ക് ഒരിക്കലും ആഴ്ചയിൽ 16 അവർ ഒന്നും വരില്ല. ഇപ്പോൾ ഉണ്ട്. കാരണം FIUGP 4 ഡിഗ്രി വന്നപ്പോൾ എല്ലാ കോളേജുകളും ഉറുദുള്ള കോളേജുകളിലെല്ലാം തന്നെ 16 അവറിന് മുകളിലുണ്ട്. അപ്പോൾ ഇത് ലോക്ക് ചെയ്ത് വെച്ച് നമുക്കൊരു തിരിച്ചടിയാണ്. ഈ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു ഇത് നമുക്കുള്ളത്. അപ്പോൾ പോസ്റ്റ് ഇല്ല എന്നാണ് നമ്മളോട് പറയുക. DC ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ ഹയർ എഡ്യൂക്കേഷനിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പിന്നെ PSC ഓഫീസിൽ പോയിട്ടുണ്ട്. നമ്മൾ കയറി ഇറങ്ങുക ഈ 3 വർഷം ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. നമ്മുടെ സമയം പണം എല്ലാം ചിലവഴിച്ച് 1-ാം റാങ്ക് നേടിയിട്ടും നമ്മളിങ്ങനെ പല സ്ഥലത്തും എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. അതും നമുക്ക് എവിടെ ചെന്നാലും എന്തായി എന്ന് കേൾക്കുമ്പോൾ അതും ഒരു 1-ാം റാങ്ക് ഒരു ഭാരമായി ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി തരൂ. എനിക്ക് PSമാരും PAമാരൊന്നും കാണണ്ട, എനിക്ക് CMനെ നേരിട്ടാണ് കാണേണ്ടത്. ഞാൻ സംസാരിക്കും, അദ്ദേഹത്തിനത് ബോധ്യപ്പെടുത്തിയാൽ മനസ്സിലാവുമെന്നുള്ളത്. അപ്പോൾ അതെനിക്കൊരു അവസരം കിട്ടിയിട്ടില്ല CMനെ കാണാൻ. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇത് സാർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നിട്ട് എന്തിനാ ഞങ്ങളിങ്ങനെ പരിഹാസ്യരാക്കിയത് അവർ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ നടത്തണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് ഒരു ലിസ്റ്റ്, ഒരു വേക്കൻസി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് എക്സാം നടത്തിയാൽ പോരെ. ഇന്ന് ഇത്രയും പ്രശ്നമില്ലല്ലോ. നമ്മളെ സമയം അതിനൊന്നൊരു വാല്യൂ ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കറിയാം. എൻ്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ 2012 വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം കല്യാണത്തിന് ശേഷമാണ് ഈ BEd കഴിഞ്ഞത്. പക്ഷേ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു, വേറെ മറ്റ് പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പണമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു ഹാർഡ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു വന്നത്. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ടൊരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു സാർ. എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത്?